വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കാനായി നിങ്ങളെ സഹായിക്കുന്ന 9 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കുന്ന സമയം വരെ നമ്മൾ എല്ലാവരും നല്ല കെയർ ബോഡിക്ക് കൊടുക്കുന്നുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ ലൂട്ടിയൽ ഫേസ് ആകുമ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങളും നെഗ്ലക്ട് ചെയ്ത് വിടാറുമുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് കൂടി നമ്മുടെ ഫെർട്ടിലിറ്റിയെയും നമ്മുടെ യൂട്രസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു 9 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനലിൽ ഒരു ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തുള്ള ജോയിൻ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ടിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ആയിക്കോളും. അതുപോലെ തന്നെ ഒരുപാട് 10-13 പേരുണ്ട് ടെലഗ്രാം അക്കൗണ്ടിൽ. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാം ലേഡീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഒരുപാട് ഹീറ്റ് ആവാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡിക്ക് വരാറുണ്ട്. സമ്മർ സീസൺ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വേർത്തൊലിച്ച് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. വിൻ്റർ ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മഴയാകുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കൂളായിട്ട് തന്നെ ബോഡി പോകും. സമ്മർ ടൈമിലാണ് നിങ്ങൾ പ്രഗ്നൻസി, വേനൽക്കാലത്താണ് നിങ്ങളുടെ ഇപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമെങ്കിൽ കഴിവതും ഈ സമയത്ത് ശരീരത്തിന് ചൂട് കൂടുന്ന കണ്ടീഷൻസ് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാർമിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് ബാത്ത് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക, ഹോട്ട് ടബിൽ കുറേ നേരം അങ്ങനെ കിടക്കുക, അതൊന്നും നമുക്ക് ഈ ഒരു സമയത്ത് നല്ലതല്ല. അത് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നോർമൽ ആയിട്ടിരിക്കുന്നതാണ് ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നത്. ശരീരത്തിന്റെ താപനില റിലാക്സ്ഡ് ആക്കി സ്റ്റേബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കഴിവതും വെള്ളത്തിന്റെ ഇൻടേക്ക് നിങ്ങൾ നന്നായിട്ട് കൂട്ടുക. വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീര താപനില കുറയാൻ വേണ്ടിയിട്ടും സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. ക്യുക്കുംബർ കഴിക്കാവുന്നതാണ്, മാതള നാരങ്ങ, വാട്ടർ മെലൺ, അതുപോലെ വെള്ളമാണെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിലും അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കഫൈൻ്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് നോക്കുക. കോഫിയുടെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എക്സസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ്റെ റേറ്റ് കുറയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോഫി കുടിക്കുന്നത് മാത്രമല്ല, കഫൈൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വേറെ ഏത് ഡ്രിങ്ക്സും ചോക്ലേറ്റ്സും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. കോഫി കുടിക്കുന്നവരാണെങ്കിൽ 250 mg, അതായത് ഒരു കുഞ്ഞു കപ്പിലെ നമ്മൾ കോഫി ഒരു നേരം കുടിക്കുന്നതായിരിക്കും ബെറ്റർ. കൂടുതലായിട്ട് എടുക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെവി ആയിട്ട് വർക്കൗട്ട്സ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ജിമ്മിൽ പോയി വർക്കൗട്ട്സ് ചെയ്യുന്നവരാണെങ്കിലും ലോവർ അബ്ഡമനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി എക്സ്ട്രീം ടയർഡ്നെസ് തരുന്ന തരത്തിൽ ഭയങ്കര സെറ്റിംഗ് ആയിട്ടുള്ള രീതിക്കുള്ള വർക്കൗട്ട്സ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് ബോഡിക്ക് നമ്മൾ മാക്സിമം കെയർ കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് അത്രയും കെയർ കൊടുക്കുക. നിങ്ങളിപ്പോൾ വീട്ടിൽ പോയി വർക്കൗട്ട്സ് ചെയ്യുക മാത്രമല്ല, പുറത്ത് പോയി വർക്കൗട്ട്സ് ചെയ്യുക മാത്രമല്ല, വീട്ടിലിരുന്നിട്ടാണെങ്കിലും അമിതമായിട്ട് ജോലികൾ ചെയ്യുക. ഒരുപാട് വെള്ളം കിണറ്റുകരയിൽ പോയിട്ട് കോരിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഹിപ്പിൽ വെച്ചിട്ട് കുടത്തിൽ വെച്ചിട്ടൊക്കെ നടന്നു പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരുപാട് നിങ്ങളുടെ ബോഡി ടയേർഡ് ആക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കേണ്ട തരത്തിലുള്ള വീട്ടുജോലികൾ നിങ്ങൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. ഹസ്ബൻഡിൻ്റെ ജീൻസ്, നിങ്ങളുടെ ബ്ലാങ്കറ്റ്, അതൊക്കെ ഈ സമയത്ത് അലക്കുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റർകോഴ്സ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ചില ആളുകൾക്ക് ഇന്റർകോഴ്സ് ചെയ്യുന്നത് ഒരു സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ത്രീ 100% അതിന് വേണ്ടിയിട്ട് വില്ലിങ് ആയിരിക്കണം. അങ്ങനെ അല്ലാത്ത കണ്ടീഷൻസ് വരുമ്പോൾ അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല, പെയിൻഫുൾ ആയിരിക്കും ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വജൈനയിൽ ഒരുപാട് പെയിനും അല്ലെങ്കിൽ നമുക്കിപ്പോൾ വയറിന് ഡിസ്കംഫേർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ സമയത്ത് നമ്മൾ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഡിസ്കംഫേർട്ടും ബോഡിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ശരീരം ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു കണ്ടീഷനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ്റെ ഒരു പ്രോസസ്സ് അവിടെ സെക്കൻഡറി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാത്ത കണ്ടീഷൻസിൽ കോൺടാക്ട് പൂർണ്ണമായിട്ട് ലിമിറ്റ് ചെയ്യുക കേട്ടോ.
ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഫിംഗറിംഗ് പോലുള്ള മെത്തേഡ്സ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. പ്രോപ്പർ ഹൈജീൻ നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് കുഞ്ഞിലോട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് വജൈന വഴി. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നോ ഓവർ തിങ്കിങ്. നമ്മളിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഇത് പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്, കഴിഞ്ഞ മാസം ഈ ലക്ഷണം വന്നിട്ടാണ് പീരിയഡ്സ് ആയത്, അല്ലെങ്കിൽ ഇത് പ്രഗ്നൻസിയുടേതാണല്ലോ, ഇത്തവണ എനിക്ക് സക്സസ് ആയല്ലോ, അങ്ങനെ ഓവറായിട്ട് എക്സൈറ്റഡ് ആവുക, ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായിട്ട് നമ്മൾ ഡൗൺ ആയി പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ഭാഗത്തോട്ട് നമ്മൾ നീക്കി വെക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജോലികളൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കുക, എന്തെങ്കിലും നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള വെബ് സീരീസോ മൂവീസോ ഒക്കെ കാണാനായിട്ട് നോക്കുക. നമ്മുടെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ മാറി നിൽക്കാനായിട്ട് നോക്കുക. ഈ ബുക്ക് റീഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഒരുപാട് റിലാക്സേഷൻ കൊടുക്കും. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്ഡ് ആവുന്ന സിറ്റുവേഷൻസിൽ കോർട്ടിസോളിന്റെ ലെവൽ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഇത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ, അതായത് നമ്മുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ മന്ദീഭവിപ്പിക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ. ആറാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അൺവാണ്ടഡ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് പാരസെറ്റാമോളോ നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. അൺവാണ്ടഡ് ആയിട്ട് വേണ്ട സിറ്റുവേഷനിൽ നമുക്ക് പനിയുള്ള സമയത്താണെങ്കിൽ ചേച്ചിയോട് ചോദിച്ചിട്ട് പെയിൻ കില്ലർ കഴിക്കാം, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് പാരസെറ്റാമോൾ എടുക്കാം, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരസെറ്റാമോൾ എടുക്കാം. അത് ഒരു ദിവസം 6 മണിക്കൂറിൻ്റെ ഇടവേളയിൽ നിങ്ങൾ പാരസെറ്റാമോൾ എടുത്തിട്ട് പനി നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം എടുക്കുന്നതിന് മുൻപ് ഫിസിഷ്യനെ കണ്ടിട്ട് ഞാൻ ലൂട്ടിയൽ ഫേസിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ പാരസെറ്റാമോൾ യൂസ് ചെയ്യാൻ കേട്ടോ. അല്ലാത്ത കണ്ടീഷൻസിലൊന്നും നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ ചില ആളുകളുണ്ട് തലവേദന, കാലുവേദന, മുട്ടുവേദന ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പാരസെറ്റാമോളോ മറ്റുള്ള പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത് ഇതുപോലെ തന്നെ കോർട്ടിസോളിന്റെ കണ്ടീഷൻ പോലെ തന്നെ നമുക്ക് സംഭവിക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടാവുകയും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള റേറ്റ് കൂട്ടുകയും ചെയ്യുന്നു. PCODയുടെ ഒക്കെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെയിലി ഒരു 7 to 8 hours വരെയെങ്കിലും നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. അതിൽ കുറവ് സമയത്തേക്ക് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കാതിരിക്കാനായിട്ട് കാരണമാകുന്നു. ഉറക്കം നന്നായിട്ട് കിട്ടാതെ നിങ്ങൾ പിറ്റേ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും നമ്മുടെ ആ ഒരു ദിവസം. അമിതമായിട്ടുള്ള ദാഹം, തുടർച്ചയായിട്ടുള്ള ടയർഡ്നെസ്, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിവതും 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാക്സിമം ഒരു സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. പെട്ടെന്നൊരു സ്ലീപ്പ് സൈക്കിളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹോർമോൺസിന്റെയും നിങ്ങളുടെ മെൻസ്ട്രേഷനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നോർമലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നോക്കുക. നോർമലായിട്ടുള്ള വർക്കൗട്ട്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. നേരത്തെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞത് ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നോർമലായിട്ട് വർക്കൗട്ട്സ് ചെയ്തിട്ടില്ലെങ്കിൽ ബോഡിയുടെ പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ മുൻപത്തെ തലമുറ, നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ഉള്ള ഒരു ജനറേഷനിൽ അവർക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്ന് പലർക്കും വാഷിംഗ് മെഷീനിൽ ഒരു സ്വിച്ച് ഇട്ടാലോ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞാലോ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു. നമ്മുടെ ജോലികളെല്ലാം ഈസി ആയിട്ട് പോകുമെങ്കിൽ കൂടി തന്നെയും നമ്മുടെ പലതരത്തിലും നമ്മുടെ ലോവർ അബ്ഡമനും നമ്മുടെ ബോഡിക്കോ കിട്ടേണ്ട പലതരത്തിലുള്ള വ്യായാമങ്ങളും ആ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു ടൈം എടുത്തിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവരായിരുന്നു പലരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അങ്ങനെ ആരും തന്നെ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇരിക്കുന്നത് മാലാസന പൊസിഷനിലാണ്. അവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്, നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉഴുന്നാട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു എക്സസൈസ് ചുക്കിച്ചലനാസന എന്ന് പറയും. നമ്മൾ അങ്ങനെ ഇട്ട് ചെയ്ത് ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ആ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഒരുപാട് നേരം ഫിസിക്കലി ഒരു ആക്റ്റീവും അല്ല, നമ്മൾ പണി കഴിയുന്നു, വന്ന് കിടക്കുന്നു, ഓവുലേഷൻ ടൈമാണ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടേ കാരണമാകുള്ളൂ കേട്ടോ.
ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട വർക്കൗട്ട്സ് ആണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, മലാസന വോക്ക് എക്സസൈസ്, ബ്രിഡ്ജ് പോസ്, റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ്, അങ്ങനെ ഒരുപാട് എക്സസൈസുകൾ ഉണ്ട് കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള വർക്കൗട്ട്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് നേരമൊക്കെ കാലും കൈയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മരവിച്ചിരിക്കുന്ന എന്താ അവിടെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല. അതുപോലെ നമ്മുടെ ശരീരം ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണേ. 9ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് ഒന്ന് ലിമിറ്റ് ചെയ്യുക. എക്സ്ട്രാ നമുക്ക് ടേസ്റ്റ് ആഡ് ചെയ്ത് തരുന്നതായിട്ടുള്ള പല ഫുഡ് ഐറ്റംസ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാക്സിമം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മയോണൈസിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നന്നായിട്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. KFC ചിക്കൻ കഴിക്കുന്നത് നല്ലതല്ല. കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് KFC നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പരസ്യത്തിൽ തന്നെ ഒരു വാർണിംഗ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളും പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അമിതമായിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. പറ്റുമെങ്കിൽ ക്രേവിങ്സ് ഉണ്ടെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് പേര് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഫോളോ ചെയ്തതാണ് ഈ 9 ടിപ്സും. ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. മാക്സിമം സ്ട്രെസ് ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഈ വർക്കൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.